നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 അഥവാ കൊറോണ വൈറസിന്റെ വരവോടെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യാന്തര ആഭ്യന്തര വിമാനയാത്രകൾ നിരോധിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള നിരോധനം പ്രവാസികൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക യാത്രക്കാരെയും സങ്കീർണതയിലാക്കിയിരുന്നു. ഒടുവിൽ സാധ്യമായ എല്ലാ മുൻകരുതലുകളോടെ ആഭ്യന്തര വിമാന സർവീസ് കഴിഞ്ഞ ജൂണിൽ ഭാഗികമായി പുനരാരംഭിക്കുകയുണ്ടായി. അതേസമയം കൊറോണയ്ക്ക് മുൻപും കൊറോണ കാലത്തും കൊറോണ കാലം അവസാനിച്ചാലും ഇന്ത്യക്കാർ വിമാനത്തിൽ കയറിയാൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി രസകരമായി പരാമർശിക്കുകയാണ് ഒരു IFS ഉദ്യോഗസ്ഥൻ. ഒന്നാലോചിച്ച് നോക്കൂ, വിമാനത്തിൽ കയറിയ ശേഷം നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യാറുള്ളത് എന്നതാണ് ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യാത്ര ചെയ്യാനിരിക്കുന്ന വ്യക്തി വാഷ്റൂം ഉപയോഗിക്കും, സെൽഫി എടുക്കാൻ ശ്രമിക്കും, സീറ്റ് ബെൽറ്റ് ധരിക്കും എന്നൊക്കെയാകും നിങ്ങളുടെ ഉത്തരങ്ങൾ. പക്ഷേ IFS ഉദ്യോഗസ്ഥനായ പ്രവീൺ അംഗസ്വാമിയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ലോകം മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയും വേഗം ഇരിപ്പിടം കണ്ടെത്തുക, സാധനങ്ങൾ സുരക്ഷിതമായി ഓവർഹെഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ഇന്ത്യക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അമ്മയെ വിളിച്ച് നിങ്ങൾ സുരക്ഷിതരാണെന്ന് ആദ്യം പറയും, ബാക്കിയുള്ളതെല്ലാം പിന്നീട്. പ്രവീൺ അംഗസ്വാമിയുടെ പോസ്റ്റ് 100% ശരിയാണ് എന്ന് ധാരാളം പേരാണ് അംഗീകരിക്കുന്നത്. ചിലർ വിമാനത്തിൽ കയറുമ്പോൾ മാത്രമല്ല ലാൻഡ് ചെയ്ത ഉടനെ അമ്മയെ വിളിക്കാറുണ്ട് എന്നത് സമ്മതിക്കുന്നു. അമ്മയെ വിളിച്ച് കാര്യം പറയാതെ ഒരു ദിവസവും കടന്നു പോകില്ല എന്ന ഭൂരിപക്ഷം പേരും സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം ചിലർ തങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യേണ്ടത് അമ്മയോടല്ല മറിച്ച് ഭർത്താവിനോടും ഭാര്യയോടുമാണെന്നും പ്രതികരണം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രവീൺ അംഗസ്വാമിയുടെ അഭിപ്രായം ശരിയല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. താൻ വിമാനത്തിൽ കയറിയാൽ വാഷ്റൂം ഉപയോഗിക്കുകയോ സെൽഫി എടുക്കാൻ ശ്രമിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കുകയോ എന്തിന് അമ്മയെ ഫോൺ ചെയ്യുകയല്ല ചെയ്യാറുള്ളത്, മറിച്ച് സൗജന്യമായി കിട്ടുന്ന മിഠായി എവിടെയെന്നും എയർ ഹോസ്റ്റസ്മാർ എത്രയുണ്ട് എന്നാണ് തന്റെ അന്വേഷണമെന്നും പ്രശാന്ത് കുമാർ എന്ന പേരുള്ള ട്വിറ്റർ ഉപഭോക്താവ് തമാശ രൂപേണ പ്രതികരിച്ചത്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങൾ വിമാനത്തിൽ കയറിയാൽ ആദ്യം എന്താണ് ചെയ്യാറുള്ളത്? കമന്റ് ബോക്സിൽ പ്രതികരണം അറിയിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.